സർഗാത്മകമായ കലാലയങ്ങളിലാണ് കേരളം ചർച്ച ചെയ്ത എല്ലാ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ആദ്യം ഉയർന്നു കേട്ടത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കേരളത്തിലെ കലാലയങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് കേൾക്കാം. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടോ? വോട്ടുണ്ട്. ആദ്യത്തെ വോട്ടാണ്. അതെ, ആദ്യത്തെ വോട്ടാണ്. ഇനി വോട്ട് ആർക്കായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും. ഈ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തൊരു ഒരു പെൺകുട്ടി എന്ന രീതിയിൽ രാഷ്ട്രീയ ബോധം കൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണ്? എവിടെയും കൃത്യമായിട്ട് നിലപാടുകൾ ഉറക്കെ പറയാനും, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ 75 വർഷം സ്വാതന്ത്ര്യം പിന്നിടും പോലും സ്ത്രീകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും. ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഉറച്ച നിലപാടുകൾ സംസാരിക്കാനും ഉറക്കെ 10 ആളുകൾ കൂടി നിൽക്കുമ്പോൾ അവിടെ തൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും കൃത്യമായിട്ട് പറയാനും വേണ്ടി സാധിക്കുന്നുണ്ട്. കന്നി വോട്ടാണ്, അപ്പോൾ ആദ്യം തന്നെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കരീംക്കൊക്കെ തന്നെ എന്തായാലും വോട്ട് ചെയ്യുന്നുള്ള. ഇവിടെ SFIൻ്റെ യൂണിറ്റ് പ്രസിഡന്റാണ്. ഈ SFI ക്യാമ്പസിൽ സജീവമാണല്ലോ. ഇത്തവണ എന്തുകൊണ്ടാണ് KSU പിടിച്ച ക്യാമ്പസ്? അത് കുട്ടികളെ കുറേ നുണപ്രചനങ്ങൾ പറഞ്ഞിട്ടാണ് മെയിനായിട്ട്. പിന്നെ ചാനലിലടക്കം അവർ ചെയർമാനോട് ചോദിച്ച സമയത്ത് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ വാഗ്ദാനമായിട്ടുള്ള ബസ്സാണ് കോളേജിൻ്റെ. 3rd years ആയിട്ടുള്ള വിദ്യാർത്ഥികളെ പറ്റുകയാണ് ചെയ്യുന്നത്. ബസ് തരും എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കും. 3rd years ഇപ്പോൾ അടുത്ത ആഴ്ച ഇറങ്ങുന്ന കോളേജ് ഡേ ആണ്. അത് കഴിഞ്ഞാൽ 3rd years ഇറങ്ങും. ഇത് യൂണിയൻ ചെയർമാനാണ്. എന്താണ് യൂണിയൻ ചെയർമാനെ പറ്റി വലിയ പരാതി ഞങ്ങൾ വരുമ്പം കേട്ടത്? നിങ്ങൾ ബസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നില്ല എന്ന്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് ലാഗായിപ്പോയി. അപ്പോൾ അതിൽ നമ്മളെല്ലാ വിദ്യാർത്ഥികളോടും ചോദിക്കുന്ന സമയത്ത് പറയാറുണ്ട്. അതിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. പക്ഷെ വരും, ബസ് വരും എന്ന് പറഞ്ഞാൽ ബസ് വരും. DF വരും, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ. അതല്ല, നമ്മൾ വാക്കിന് വില കൊടുക്കും. എന്താണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ക്യാമ്പസ് എങ്ങനെ പ്രതികരിക്കുന്നു? തെരഞ്ഞെടുപ്പിന് ക്യാമ്പസ് അങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ദിശ സൂചന നമ്മളെ ഇവിടുത്തെ ഇലക്ഷനിൽ ഇവിടുത്തെ കുട്ടികൾ നൽകിയിട്ടുണ്ട്. KSU, കോൺഗ്രസ്, ആ ഒരു നല്ലൊരു സൂചന മിക്ക ക്യാമ്പസുകളിലും, കോഴിക്കോടിലെ പല ക്യാമ്പസുകളിലും. ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് KSU പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും. അദ്ദേഹം ഇപ്പം ഭാരത് ജോഡോ ന്യായ യാത്ര അവസാനിച്ചൊരു സാഹചര്യം, മുംബൈയിൽ വെച്ചിട്ട് നടന്ന പരിപാടിയിൽ ഇന്ത്യ സഖ്യം ശക്തി തെളിയിച്ചുകൊണ്ടുള്ള നല്ലൊരു പരിപാടി നടത്തി. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയുണ്ട് രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാവും. വെള്ളം കുടിച്ച് അങ്ങനെയല്ല, വീട് എവിടെയാ? മലപ്പുറത്താണ് അല്ലേ? അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടോ? വോട്ട് ചെയ്യാൻ ആരാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു? ആരൊക്കെ സ്ഥാനാർത്ഥികൾ അവിടെ? അവിടെ സലാം, അബ്ദുൽ സലാം, ഡോക്ടർ അബ്ദുൽ സലാം, പിന്നെ ET മുഹമ്മദ് ബഷീർ, വസീഫ്. അബ്ദുൽ സലാം. അബ്ദുൽ സലാമിനാണ് നമ്മുടെ പാർട്ടി BJP ആയിരുന്നു. അങ്ങനെയൊന്നും ചോദിക്കില്ല, ഞാൻ വോട്ട് കഴിക്കൊന്നും പറയാനില്ല. ഓക്കെ, നിങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരാ? സോറി, അപ്പോൾ രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട് ക്യാമ്പസിൽ. അഭിപ്രായം പറയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരോട് അവരൊന്നും പറയില്ല അഭിപ്രായം. സ്ഥാനാർത്ഥിയെ നോക്കിയാണോ, രാഷ്ട്രീയ പാർട്ടി നോക്കിയാണോ, ചിഹ്നം നോക്കിയാണോ വോട്ട് ചെയ്യാം? സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ പാർട്ടിയെ നോക്കി വോട്ട് ചെയ്യും. രണ്ടും നോക്കും അല്ലേ? എപ്പോൾ ഇത്തവണ ആര് പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? പ്രധാനമന്ത്രി, എൻ്റെ ആഗ്രഹം ഭരണം മാറി വരണം തന്നെയാണ്. രാഹുൽ ഗാന്ധി ഗാന്ധി വരണം എന്നാണ് ആഗ്രഹം. ആർക്കായിരിക്കും വോട്ട് ചെയ്യാം? അതിപ്പോൾ പറയാൻ കഴിയില്ല, പിന്നെ പറയും. ഈ രാഷ്ട്രീയം ഉള്ളതാണോ നല്ലത്, ഇല്ലാത്തതാണോ നല്ലത്? എനിക്കതിനെ കുറിച്ചൊരു അഭിപ്രായം ഇല്ല. നല്ല രാഷ്ട്രീയം നല്ലതാണ്, ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. വേറെ ഒന്നുമില്ല. സ്വന്തമായിട്ട് രാഷ്ട്രീയമില്ല? സ്വന്തമായിട്ട് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് വന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഉത്തരം മുട്ടിയെന്നുള്ളൂ. വടകരയിൽ ആരാ, ഷാഫിക്കാണോ ജയിക്കാം അതോ ശൈല ടീച്ചറാണോ? ഷാഫിക്ക് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഷാഫിക്കൊക്കെ വേറെ ഒരു ഇമേജ് ഉണ്ട്, ശൈല ടീച്ചർക്ക് വേറൊരു ഇമേജ് ഉണ്ട്. ഏത് ഇമേജ് ജയിക്കും അവിടെ? ഷാഫിക്ക് വിജയിക്കുന്നതാണ് പ്രതീക്ഷ. KSU ആണല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ, അപ്പോൾ KSU അല്ലാത്ത ആൾക്കാരുണ്ടോ ചോദിക്കാൻ? നിങ്ങളൊന്നും രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരാണോ, ഉള്ള ആൾക്കാരാണോ? അങ്ങനെയൊന്നുമില്ല. പാർട്ടി ഉണ്ടോ? പാർട്ടി ഉണ്ടെന്ന് വെച്ചാലുണ്ട്. KSU ആണ്. അങ്ങനെയൊന്നുമില്ല. വീട് എവിടെയാ? വീട് തിരുരങ്ങാടി, മലപ്പുറം. അപ്പം ലീഗ് MSF ആയിരിക്കും. എന്തായാലും ഞങ്ങൾ ഇതെവിടെ? ഇയാൾ എവിടെയാ? ഞങ്ങളും തിരുരങ്ങാടി തന്നെ. MSF തന്നെ. റമദാൻ സാഹിബ് ജയിക്കും, ഇങ്ങനെ സംശയമുള്ള കാര്യമില്ല. അതെ അതെ, ലീഗാണ് കേട്ടോ, പഴയ ലീഗാ. അല്ല, എന്ത് ലീഗാണെങ്കിലും അത് കോടിയുണ്ട കൂടെ. കോണി കണ്ടാലേ കുത്തുള്ളൂ അല്ലേ? അങ്ങനല്ല, അതങ്ങനെയാണ്. പൊളിറ്റിക്സ് വേണം, ആക്ച്വലി വേണം. ഡെമോക്രസി ഒക്കെ ആവും, പൊളിറ്റിക്സ് അത്യാവശ്യമാണ്. വേണം. പൊളിറ്റിക്സിലൊന്നും ഇല്ലാത്ത പൊളിറ്റിക്സ് ഞാനില്ലാത്ത വെച്ചാൽ എനിക്കത്
എനിക്കത് ചേർക്കില്ല, ശരിയാകത്തില്ല. ഇവിടെ ഏത് ക്ലാസ്സിൽ പഠിക്കും? ഞാൻ ബികോം ഫൈലിയറാണ്. കൈ എങ്ങനെ പഠിച്ചാൽ? അത് ബൈക്ക് ജസ്റ്റ് ആയിട്ട് ഒരു ആക്സിഡൻ്റ് ആയതാ. പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടോ? അങ്ങനെയല്ല, എന്നാലും വോട്ട് ചെയ്യും പ്രാവശ്യം. പ്രാവശ്യം കോഴിക്കോട് ഈ MK രാഘവൻ MP ഏട്ടൻ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. മൂപ്പര് പ്രവർത്തനം വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും മൂപ്പരിങ്ങനെ വോട്ട് ചെയ്യാം. മൂപ്പരിനെ ജയിക്കുന്ന തോന്നുന്നത്. ഇന്ത്യയിൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി ആവുന്നതിനോട് എന്താ അഭിപ്രായം? എല്ലാവർക്കും നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നുള്ളത്. പിന്നെ കേരളത്തിലും മൂപ്പർക്ക് പറ്റുന്നിടത്തോളം ചെയ്യുന്നുണ്ട്. വേണ്ട സ്ഥലത്തൊക്കെ മൂപ്പരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. പറഞ്ഞ് വന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല, പ്രശ്നമൊന്നും തോന്നുന്നില്ല. വോട്ടുണ്ടോ പ്രാവശ്യം? എന്തിനാ വോട്ട് ചെയ്യാൻ പോകും? എന്തൊക്കെ വോട്ട് ചെയ്യാം? ABP അല്ലേ? എന്താണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് BJP യെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ BJP-യുടെ വിദ്യാർത്ഥി സംഘടന അല്ല എങ്കിൽ പോലും എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ കാണുന്നത്? അത് സത്യം പറഞ്ഞാൽ ഇതൊരു വിരോധത്തിൻ്റെ രാഷ്ട്രീയമാണ്. എന്ത് പറഞ്ഞാലും ഈ ഫാസിസം, വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിനെ സത്യം പറഞ്ഞാൽ തച്ചുടയ്ക്കാനുള്ളൊരു വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് SFIൻ്റെ ഭാഗത്തു നിന്നും. കാരണം ഇപ്പം തന്നെ എല്ലാ തരത്തിലുള്ള കഴിവേർത്തരവും കാണിച്ച് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് നടക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന നൽകി എന്താ പറയുക, നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ സത്യം പറഞ്ഞാലുമില്ല, പേടിയാണ്. കാരണം ഉച്ചയോർത്തിക്കുണ്ടെങ്കിൽ അടുത്തൊരു സിദ്ധാർത്ഥം ഉണ്ടാവും, അതിലാർക്കും ഒരു സംശയമില്ല. എല്ലാവരും കലാലയത്തിൽ SFI ഒക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ABP രാഷ്ട്രീയത്തിലേക്ക്? ABPൻ്റെ ആദർശത്തോടാണ് ഞാൻ ഒരു +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും ഇതിൻ്റെ കോൺസെപ്റ്റിനോടാണ് എനിക്കിഷ്ടം തോന്നിയത്. ഇപ്പോൾ ABPയിൽ പറയുന്നത് തന്നെ രാഷ്ട്രമാണ് ആദർശം, രാഷ്ട്രമാണ് പൈതൃകം, രാഷ്ട്രമാണ് ഐഡിയോളജി എന്നാണ് പറയുന്നത്. സോ അതിൽ അട്രാക്റ്റീവായിട്ടാണ് ഞാൻ വരാൻ തുടങ്ങി. ഇപ്പോൾ SFI പോലുള്ള സംഘടനകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ലൊരു പോപ്പുലാരിറ്റി ഈ മൂവീസിലൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട്. പല മൂവീസിലും മെക്സിക്കൻ ഭാരത എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അതിലൊന്നും ഒരു കാമ്പില്ല. എങ്കിൽ കൂടെ എന്താ പറയുക, സിനിമയൊക്കെ കണ്ടിട്ടും ആൾക്കൂട്ടം കണ്ടിട്ടും SFI ആവുന്നതിൽ കാര്യമില്ല. ആ കാര്യമില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്ന പ്രതീക്ഷിക്കുന്നു. അഫ്കോഴ്സ് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാവും. പഴയതിലും കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് വിശ്വാസം. എന്താണ് വളരെ സ്റ്റേൺ ആയിട്ടില്ല എന്ന് പറയാൻ? തീരെ പൊളിറ്റിക്കൽ താല്പര്യമില്ലാത്ത ആൾക്കാരല്ലേ? ക്യാമ്പസിൽ അങ്ങനെ മിണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഡിഗ്രി ഫൈനൽ? PG. അല്ല, ഇത്രയും വലിയ ആൾക്കാരായിട്ടാ. ആർക്കാ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു പറയൂല. പക്ഷെ പേര് പറയണമെന്നില്ല. എന്ത് നോക്കിയാ വോട്ട് ചെയ്യുക? സ്ഥാനാർത്ഥി നോക്കിയാണോ രാഷ്ട്രീയം നോക്കിയാണോ? വ്യക്തികളെ നോക്കിയാണോ വോട്ട് ചെയ്യുക? എനിക്കും പറയാൻ താല്പര്യമില്ല. വോട്ട് ചെയ്യും ചിലപ്പോ. തീരെ ഒരു താല്പര്യമില്ലാത്തവരുണ്ടല്ലോ. വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യും. ആർക്കാ വോട്ട് ചെയ്യാം? മുഖ്യമന്ത്രിയാ? അയ്യോ, ഇത് ഏത് തെരഞ്ഞെടുപ്പെന്ന് അറിയോ? ഇല്ല. ഇത് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാ. ആരവിടെ മത്സരിക്കുന്നത്? അറിയില്ല. ഏത് തെരഞ്ഞെടുപ്പാണെന്ന് അറിയോ? അറിയില്ല. സത്യം പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഏത് ചിഹ്നത്തിൽ ചെയ്യായിരുന്നു? അരിവാൾ ചുറ്റിക, കൈപ്പത്തി, താമര. അരിവാൾ ചുറ്റിക.